ഹലോ. അപ്പോൾ ദേ ഞാൻ ഇന്ന് ലഞ്ച് ബോക്സിനായിട്ട് പടവലങ്ങ തോരനാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കാം. ചെയ്തവരാണെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോട് ഉണ്ടെങ്കിൽ ചോറിന് നമുക്ക് വേറെ ഒഴിച്ചുകറിയുടെ ഒരു ആവശ്യം വരില്ല. ഇത് മാത്രം മതി, അത്ര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ ഇത് പടവലങ്ങ തോരൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളത് അതിന് ചട്ടി എടുപ്പത്ത് വെക്കുക. ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, പച്ചമുളക് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ട ഇതിനകത്ത് ഞാൻ 2 മുട്ട എടുത്തത്, 2 എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കുറച്ച് തേങ്ങ, ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ടിട്ടുള്ളൂ, ഒന്ന് ഇളക്കി പൊത്തി മൂടി വെച്ച് വെക്കുക. അതിന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ നടുക്കെല്ലാം മാറ്റിയിട്ട് നമ്മൾ അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇളക്കി പൊത്തി മൂടി വെച്ച് വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയത്തേക്ക് നമ്മൾ കറക്റ്റ് പാത്രത്തിൽ ഇതുപോലെ വേവാക്കി ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിട്ട്. എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുകളും ഉണ്ട്. നമുക്ക് ഇത് മാത്രമേ ഒഴിച്ചേറിയുടെ ഒരു ആവശ്യം വരികയില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഇത് കറിയിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ മോനെ ലഞ്ച് ബോക്സായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതിന്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കും കൂടെ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട്. വീഡിയോ കുറച്ച് സ്പീഡായത് കാരണം ഞാൻ പറയുന്നത് വെച്ച് സ്പീഡിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.